കേരള സർവകലാശാലയുടെ VC-യുടെയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും തമ്മിലടി ഭയങ്കര രൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതി വരെ എത്തി നിൽക്കുകയാണ് കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാവി എന്തായിരിക്കും? അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ ചക്കളത്തിപ്പോര് എന്ന് തന്നെ പറയാം ഒരു പരിധി വരെ. അത് ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും CPM-ൻ്റെ ധാർഷ്ട്യവും വിവരക്കേടും ഒക്കെ ചേർന്നാണ് ഈ സ്ഥിതി ഇത്രയും വഷളാക്കിയത്. VC-ക്കും ജീവനക്കാർക്കും സർവകലാശാലയിലെ ജീവനക്കാർക്കും സർവകലാശാല ചട്ടങ്ങൾ പാലിച്ചല്ലേ മതിയാവൂ. നാളെ ഇല്ലെങ്കിൽ അവർ സമാധാനം പറയേണ്ടി വരും അല്ലേ? നാളെ ഒരു വിഷയമുണ്ടായി നിയമപ്രശ്നമുണ്ടായാൽ തീർച്ചയായിട്ടും ഈ VC-യും രജിസ്ട്രാറും ജീവനക്കാരും സമാധാനം പറയണം. ചാൻസലർ വരും പോകും, ഗവർണറാണ്. ആ ഗവർണർ അവിടെ 5 വർഷം ഇരിക്കുന്നതേ ഉള്ളൂ. ആ ഗവർണർമാർ വരും പോകും. പക്ഷേ ഈ VC-യും ജീവനക്കാരും ഒന്നും അങ്ങനെയല്ല. അവരിവിടെ കേരളത്തിൽ തന്നെ ഉള്ളവരാണ്. അവരീ പറഞ്ഞതുപോലെ സാധാരണ അധ്യാപകരൊക്കെ ആയിട്ട് തുടങ്ങി, പിന്നീട് പ്രൊഫസർമാരായി, പിന്നെ വകുപ്പ് തലവന്മാരായി നിശ്ചിത വർഷം സേവനമനുഷ്ഠിച്ച് ആ മാനദണ്ഡങ്ങളോടുകൂടിയാണ് അതെല്ലാം പാലിച്ചാണ് അവർ ആ പദവിയിലെത്തുന്നത്. അവരെ ഭരണത്തിൽ സഹായിക്കാനാണ് സിൻഡിക്കേറ്റിനെയും സെനറ്റിനെയും ഒക്കെ സർക്കാർ തിരഞ്ഞെടുക്കുന്നത്, നിയോഗിക്കുന്നത്. ജീവനക്കാരെ അതിനനുസരിച്ച് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അതത് പദവികളിൽ നിയമിക്കുന്നു. ഇവരെല്ലാവരും ചേർന്ന് വേണം വിദ്യാർത്ഥികളുടെ ഭാവി വിദ്യാഭ്യാസത്തിലൂടെ അവർ ആർജിക്കേണ്ടത്, അവർ നേടേണ്ട യോഗ്യത ഒക്കെ നേടി അവർ പുറത്തേക്ക് വരേണ്ടത് കോളേജുകളിൽ നിന്ന്, പാഠശാലകളിൽ നിന്ന്. അപ്പോൾ അതിനുവേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നിടത്താണ് ഈ ചക്കളത്തിപ്പോര് നടക്കുന്നത്. നിയമം ഞങ്ങൾ പാലിക്കില്ല, ഞങ്ങൾ പറയുന്നതാണ് നിയമം. ഇത് ഭൂഷണമല്ല. കഴിഞ്ഞ ദിവസം VC ഈ ജീവനക്കാരുടെ ഒരു യോഗം വിളിച്ചു. അതിൽ VC പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ യോഗം വിളിക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാം, അതിലേക്ക് വരാം. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് VC പറഞ്ഞത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് എഴുത്തും വായനയും പോലും അറിയില്ലെന്നാണ്. പല സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും എഴുത്തും വായനയും പോലും അറിയില്ല എന്നാണ് VC കുറ്റപ്പെടുത്തിയത്. ഈ യോഗം വിളിക്കാനുണ്ടായ സാഹചര്യം, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജീവനക്കാരോട് വളരെ മോശമായി പെരുമാറുന്നു, ഭീഷണിപ്പെടുത്തുന്നു, തങ്ങളുടെ ഉത്തരവുകൾ അനുസരിച്ചാൽ മതി, VC പറയുന്നത് കേൾക്കണ്ട എന്നൊക്കെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജീവനക്കാരോട്, വനിതാ ജീവനക്കാരോടടക്കം പറഞ്ഞത്. അവരാകെ ഭയന്നുപോയി. അവരിത് VC-യോട് പരാതിപ്പെട്ടു. അത് കോൺഗ്രസ് അനുകൂല സംഘടനയും സംഘപരിവാർ അനുകൂല സംഘടനയും അതുപോലെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷത്തുനിന്ന് CPI-യുടെ സംഘടന, ജീവനക്കാരുടെ സംഘടനയും VC-യെ സമീപിച്ചു. അങ്ങനെ VC യോഗം വിളിച്ചു. ആ യോഗം ബഹിഷ്കരിച്ചത് CPM-ൻ്റെ ഇടത് സംഘടനയാണ്, ജീവനക്കാരുടെ സംഘടന. ബാക്കി എല്ലാവരും ആ യോഗത്തിൽ പങ്കെടുത്തു. അവിടെ ജീവനക്കാരെ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തണം. അത് VC-യുടെ ഉത്തരവാദിത്വമാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട, അത് ഏതറ്റം വരെയും ഞാൻ പോകും. അദ്ദേഹത്തിന് ജീവനക്കാർ കൊടുത്ത പരാതി നേരെ DGP-ക്ക് കൈമാറിയിട്ടുണ്ട്. ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭീഷണിയും അവരുടെ ഈ നിയമം ലംഘിക്കാനുള്ള പ്രേരണയും ഒക്കെ ചൂണ്ടിക്കാണിച്ച് ജീവനക്കാർ പരാതി കൊടുത്തു VC-ക്ക്. ആ പരാതി അദ്ദേഹം DGP-ക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ VC പറയുകയാണ്, ഈ ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളെന്ന് പറഞ്ഞാൽ ഭരണത്തിൽ VC-യെ സഹായിക്കാനാണ്, അല്ലാതെ സർവകലാശാലയുടെ പരമാധികാരികൾ എന്ന നിലയ്ക്കല്ല. സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ചുമതല സർവകലാശാലയുടെ ഭരണത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവി കരുപിടിപ്പിക്കുന്നതിലൊക്കെ ഈ സർവകലാശാലയെ സഹായിക്കാനും സർവകലാശാലയെ ശരിയായ പാതയിൽ നയിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. അതിന് പകരം അവർ ഈ VC-യെ മര്യാദ പഠിപ്പിക്കും, ചാൻസലറായ ഗവർണറെ മര്യാദ പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു വന്നാൽ അത് നടക്കില്ല. അതൊന്നും വകവയ്ക്കാൻ സാധിക്കില്ല. ഈ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കുറേ ആൾക്കാരാണ് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ട് വരുന്നത്. ഇതെല്ലാം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്, നമുക്കറിയാം അല്ലേ? ആ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് തന്നെ നല്ല ആൾക്കാരെ നിയോഗിക്കൂ. നമുക്ക് കേരള സർവകലാശാലയിൽ എത്ര മഹാന്മാരായ VC-മാരുണ്ടായിരുന്നാണ്. ഇക്ബാൽ സാറിനെ പോലെയുള്ള, ഡോക്ടർ JV വിളനിലത്തെ പോലെയുള്ള, അല്ലേ? കേരളത്തിലെ മികച്ച വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ഇടതുപക്ഷത്തുണ്ട്. പ്രൊഫസർ രാജൻ ഗുരുക്കളൊക്കെ നല്ല അറിവും നല്ല പക്വതയും നല്ല കാഴ്ചപ്പാടുമുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാരാണ്.
അവരൊക്കെ കടന്നുപോയ ആ ഒരു ഒരു എന്താ പറയണ്ട, ആ മാർഗത്തെയാണ് ഒരു കൂട്ടം ഇടത് ഗുണ്ടകൾ എന്ന് തന്നെ പറയണം അവർ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്, നമ്മുടെ കുട്ടികളുടെ ഭാവിക്കൊക്കെ വലിയ ദോഷമായിട്ട് വന്ന് ഭവിക്കും. ഇപ്പോൾ രജിസ്ട്രാർ ഒരു വിധത്തിലും വഴങ്ങാൻ അല്ലായിരുന്നു. ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ എങ്ങനെയെങ്കിലും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണറെ കണ്ട് അപേക്ഷിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പോയി. എന്തായി? ഗവർണർ ഒട്ടും തന്നെ വഴങ്ങിയില്ല. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രജിസ്ട്രാർ ചെയ്തിരിക്കുന്ന തെറ്റെന്താണ് എന്ന് രജിസ്ട്രാറെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം രജിസ്ട്രാറെ പ്രോത്സാഹിപ്പിച്ച് VC-ക്കെതിരെ യുദ്ധത്തിന് ഇറക്കുകയാണ്. ഇപ്പോൾ അത് കോടതിയിൽ നിൽക്കുകയാണ് ആ വിഷയം. ഹൈക്കോടതിയിൽ ആ വിഷയം നിൽക്കുകയാണ്, രജിസ്ട്രാറുടെ സസ്പെൻഷൻ. അവിടെ കോടതി രണ്ടു കൂട്ടരോടും ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങൾ ഈ തരത്തിലൊക്കെ പോയത് കൊണ്ട് എന്താണ് പ്രയോജനം? ഈ കുട്ടികളുടെ ഭാവിയല്ലേ ഇല്ലാതാകുന്നത്? ഈ പോരിവിടെ അവസാനിപ്പിച്ചുകൂടെ? ഈ ഈഗോ അല്ലേ ഇതിൻ്റെ എല്ലാം കാരണം? ശരിയാണ്, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം രജിസ്ട്രാർ ചെയ്തു. അതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഗവർണർ പറഞ്ഞു സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തു. എന്നാൽ ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്, അത് അറിവില്ലാതെ പറ്റിപ്പോയി, എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് ഗവർണറുടെ അടുത്ത് പറഞ്ഞത് പരിഹരിക്കണ്ടേ? അതിനു പകരം രജിസ്ട്രാർ എന്താണ്, ഈ സിൻഡിക്കേറ്റും ഗവൺമെൻറ്റും ഒക്കെ എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർക്കാർ വരും പോകും. അടുത്ത സർക്കാർ UDF-ൻ്റെ ആണെങ്കിൽ ഈ രജിസ്ട്രാറിന് പണി പാലും വെള്ളത്തിൽ കിട്ടിയോ? ഈ രജിസ്ട്രാർ എന്തു പറഞ്ഞു നിൽക്കും? അവർ തീർച്ചയായിട്ടും രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കും. അവരപ്പോൾ നിയോഗിക്കുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരാൾ പോലും ഈ രജിസ്ട്രാറിനെ അനുകൂലിച്ച് നിൽക്കാനുണ്ടാകില്ല. അപ്പോൾ ഇത് വലിയ, ഇപ്പോൾ ഗവർണർ അവിടെ നിയോഗിച്ചിരിക്കുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ട്, അതുപോലെ സർക്കാർ നിയോഗിച്ചിരിക്കുന്നുണ്ട്, പ്രതിപക്ഷത്തു നിന്നുള്ളവരുണ്ട്, ഇവരെല്ലാവരും ഉണ്ട് അവിടെ. അതിൽ ഭാവിയിൽ ഈ രജിസ്ട്രാർക്ക് ആരുടെയൊക്കെ പിന്തുണ കിട്ടും? ഇന്ന് ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇടത് സർക്കാരും എന്നെ പിന്തുണയ്ക്കാനുണ്ട് എന്ന ആ അഹങ്കാരത്തിൽ അദ്ദേഹം മുന്നോട്ട് പോയാൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ കോടതിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് അനുകൂലമായൊരു വിധി ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. നിയമം അനുസരിച്ച് സിൻഡിക്കേറ്റ് അംഗങ്ങളും കൂടെ ചേർന്ന് വേണം രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാൻ. ശരിയാണ്. പക്ഷേ അങ്ങനെ അല്ലാത്ത സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് നടപടിയെടുക്കേണ്ടി വന്നാൽ അത് VC-ക്ക് നടപടിയെടുക്കാൻ അതിനുള്ള വകുപ്പുണ്ട്. അത് ഉപയോഗിച്ചാണ് ഗവർണറുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം നടപടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ രമ്യമായിട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി, കുട്ടികളുടെ ഭാവി ഓർത്ത്, നമ്മുടെ വരും തലമുറകളുടെ ഭാവി ഓർത്ത് രമ്യമായി പരിഹരിച്ച് കാര്യങ്ങൾ മംഗളമായിട്ട് കൊണ്ടുപോകുന്നതിന് പകരം തമ്മിലടിപ്പിച്ച് ഇതിനെ കുളമാക്കി, എന്താ പറയണ്ടേ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സമ്പൂർണ്ണമായിട്ടും തകർക്കുന്ന ഒരു തരത്തിലേക്കാണ് സർക്കാരും ഇടതു സിൻഡിക്കേറ്റുകളും ഒക്കെ പോകുന്നത്. അവരുടെ വാശിക്ക് മുന്നിൽ കീഴടങ്ങില്ല എന്നാണ് VC-യുടെയും ഗവർണറുടെയും നിലപാട്. നമ്മളൊന്ന് ആലോചിക്കണം. ഡിഗ്രി ക്ലാസ്സുകളിൽ ഏതാണ്ട് 15,000-ലധികം സീറ്റുകൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ് കേരള സർവകലാശാലയിൽ മാത്രം. കുട്ടികൾ എങ്ങോട്ട് പോകുന്നു? ലക്ഷക്കണക്കിന് കുട്ടികൾ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന് അവിടെയൊക്കെ പോകുന്നു. ഓൾ ഇന്ത്യ എൻട്രൻസ് കിട്ടി ഇവിടെ മെഡിക്കലും എഞ്ചിനീയറിങ്ങും പഠിക്കാൻ വരുന്ന കുട്ടികൾ ഒഴിച്ചാൽ പുറത്തുനിന്ന് മറ്റു കുട്ടികൾ കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്നത് വളരെ അപൂർവമാണ്. മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് പഠിക്കാൻ ആൾക്കാർ ഇപ്പോൾ അധികം വരുന്നില്ല. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഉന്നത വിദ്യാഭ്യാസ മേഖല കുത്തഴിഞ്ഞു കിടക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഈ പറയുന്ന പോലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും ഗവർണർക്കും VC-ക്കും ഒക്കെ ഈ കാര്യം പരിഹരിക്കാൻ ബാധ്യതയുണ്ട്. എന്തായാലും കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന വിഷയമായതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി വിശദീകരിക്കാൻ സാധ്യമല്ല. പറഞ്ഞതുപോലെ ഈ ചക്കളത്തിൽ പോരാട്ടം അവസാനിപ്പിച്ച് എത്രയും വേഗത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതി പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്.